ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ സന്നദ്ധത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. സിപിഐയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്മാറില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കുട്ടികൾക്ക് ലഭിക്കുന്ന പണം എന്തിനു വേണ്ടെന്ന് വയ്ക്കണമെന്നായിരുന്നു സിപിഐയുടെ എതിർപ്പിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നിയൊന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം സിപിഐ കടുത്ത നിലപാടിലാണ്. RSSന്റെ പദ്ധതിയാണിതെന്നാണ് സിപിഐ നിലപാട്. PM ശ്രീ സംബന്ധിച്ച് സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്തെത്തി. സെക്രട്ടറി പറഞ്ഞതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുവെന്ന് നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ട വിഷയമല്ല. എൻ്റെ അറിവും എൻ്റെ ബോധ്യവും ഉള്ളത് ഈ ഗവൺമെന്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ക്യാബിനറ്റിലെ കാര്യം ആവശ്യമെങ്കിൽ ആലോചിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ PM ശ്രീ. കാരണം രാഷ്ട്രീയമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ വളരെ ഗൗരവമായി ചർച്ച നടത്താതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും അഭിപ്രായം, അല്ലേ? അങ്ങനെ ഞാൻ പറയാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? CPIയുടെ അഭിപ്രായം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായം ഒരു ക്യാബിനറ്റിനകത്ത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിന് നിർദ്ദേശം ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല. ക്യാബിനറ്റ് ഞങ്ങൾ കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. നിലവിലുള്ള അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അഭിപ്രായമായി അത് മുന്നോട്ട് പോവുകയാണ്. ചർച്ച ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്താണ് പറയുക. അല്ലാതെ ചർച്ച ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ആ കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഈ ഗവൺമെന്റിനും ഉണ്ട്. അങ്ങനെ NEP 2020 കൂട്ടിക്കെട്ടാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. അത് ഇതുവരെ ആ വിധത്തിൽ അനുകൂലമായൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചർച്ച നടത്തണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. മന്ത്രി കെ രാജന്റെ പ്രതികരണമാണ് കേട്ടത്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, CPIയുടെ കടുത്ത എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. തുടക്കത്തിൽ ഇത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ മന്ത്രിസഭ എത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ PM ശ്രീയുമായി മുന്നോട്ട് പോകണം, കുട്ടികൾക്ക് ലഭിക്കുന്ന പണം എന്തിന് വേണ്ട എന്ന് വെക്കണമെന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. അതും മുന്നണിയിലെ തന്നെ CPIയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട്. എന്താ മനസ്സിലാക്കണം? വിശദാംശങ്ങൾ. ഇത് വളരെ പ്രതിസന്ധിയാണ് ഇടതുമുന്നണിക്കകത്ത് രൂപപ്പെടുത്തുന്നത്, ഭവ്യ. കാരണം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നതായിരുന്നു മുന്നണിയുടെ ആലോചന, പൊതു തീരുമാനം. ഇത് ഒരു മുന്നണിക്കകത്ത് ഈ പദ്ധതി സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിരുന്നുമില്ല. കാരണം PM ശ്രീ പദ്ധതി സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അജണ്ടകൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു ഒരു പൊതുനിലപാട്. പക്ഷേ ഈ PM ശ്രീ പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോവേണ്ട സാഹചര്യം ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് സർക്കാരിന് മുന്നിലും വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലും ഉണ്ടാവുന്നതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ നിലവിൽ ഈ പദ്ധതി നടപ്പിലാക്കാത്തതുകൊണ്ട് തടഞ്ഞു വയ്ക്കപ്പെടുന്നു എന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് പോകുന്ന പല പദ്ധതികളിലും 1500 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ളത്. ഈ പദ്ധതിയിൽ പണം കിട്ടാതെ പോകുന്നതിന് കാരണം PM ശ്രീ പദ്ധതി മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം കൊണ്ടും കൂടിയാണ്. PM ശ്രീ പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്തിന് മറ്റൊരു നേട്ടം കൂടി ഉണ്ടാവുന്നുണ്ട്. ബ്ലോക്ക് തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കുകയും 5 വർഷത്തേക്ക് കൃത്യമായ ഈ ഫണ്ടുകൾ ലഭ്യമാവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഇതുമായി മുന്നോട്ട് പോവാം എന്ന ആലോചനയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് വന്നതിൻ്റെ തീരുമാനം ഇതുകൊണ്ടുകൂടിയാണ്. അതായത് മുന്നണിയിലെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. CPI അവരുടെ ഭിന്ന നിലപാടുകൾ വീണ്ടും ശക്തമായി തുറന്നു പറയുകയാണ്. RSSന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഈ പദ്ധതിക്ക് മുന്നിൽ എന്നതാണ് CPI നിലപാട്. എന്തായാലും ഇടതുമുന്നണിക്കകത്ത് ഈ ഭിന്നത നിലനിർത്തി തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ CPM-ഉം ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നു. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.